चलते आज भी छुट्टी रहा है, ये चलते आगे। നമസ്കാരം, ഞാനിപ്പോൾ വൃന്ദാവനിലാണ്. വൃന്ദാവനിലെ ഗോവർദ്ധനം. അപ്പോൾ ഗോവർദ്ധനം മലനിരകൾ കാണാനാണ് പോകുന്നത്. ഗോവർദ്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ കഥയിൽ നമുക്കെല്ലാവർക്കും അറിയാം. ഭയങ്കര മഴയൊക്കെ വന്നപ്പോൾ ആ ഒരു ഗ്രാമത്തെ രക്ഷിക്കാൻ ഗോവർദ്ധനം മലനിരകൾ പൊക്കിയെടുത്ത് അതിൻ്റെ കീഴിലായിരുന്നു ആ ഗ്രാമത്തിലെ എല്ലാ പശുക്കളും മുതൽ എല്ലാ ജനങ്ങളും നിന്നിരുന്നു. അങ്ങനെ ഒരു ഗ്രാമത്തോടെ രക്ഷിച്ച് ഗോവർദ്ധനത്തിൻ്റെ കഥ അങ്ങനെയാണ്. അപ്പോൾ അത് കാണാനാണ് പോകുന്നത്. ഓക്കെ, बोल गिरिराज धराने की जय। ये अंदर जा पाएंगे? अंदर नहीं जाते, अंदर नहीं जा पाएंगे। देख लो, गोवर्धन में अंदर जाने के लिए क्या करेंगे? कच्चा वाला रास्ता, आगे चले जाओ, आने का रास्ता ഇതെല്ലാം ഗോവർദ്ധന മലനിരകളുണ്ട്. आप ले से ले राजस्थान का एरिया आ जाएगा, बॉर्डर है यहाँ से, ये इसके आगे राजस्थान। ये हम लोग राजस्थान बॉर्डर में आ गए ना। वी आर इनटू राजस्थान ओनली। राजस्थान की टैक्सी बोलना है। ഇത് ഗോവർദ്ധന അടുത്തുള്ള ഒരു ശ്രീകൃഷ്ണന്റെ ക്ഷേത്രമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഗോവർദ്ധന മലനിരകൾ ചുറ്റി സഞ്ചരിക്കുകയാണ്. അതിനെ പരിക്രമണം എന്ന് ഇവിടെ പറയും. അതായത് മലേൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല, കാരണം അവിടെ റിസർവ്ഡ് സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിലൂടെ നടന്നിട്ട് നമുക്ക് ഗോവർദ്ധന മലനിരയൊക്കെ പോകാം. പക്ഷേ അതിന് 5-6 മണിക്കൂറാണ്. അപ്പോൾ ഞങ്ങൾക്ക് സമയമില്ലാത്ത കാരണം നമ്മൾ ഒരു ഓട്ടോ എന്നാണ് പറയുക. അപ്പോൾ ഓട്ടോ പിടിച്ചിട്ട് ആ ഏരിയ ഫുൾ കവർ ചെയ്ത് തിരിച്ച് റൗണ്ട് ചുറ്റാണ്. അപ്പോൾ നടന്നു പോകുന്നതാണ് ശരിക്കും ചെയ്യേണ്ടത്. നടന്നു പോകാണ്ട് പകരം ഇങ്ങനെ ടോട്ടോയിൽ റൗണ്ട് ചുറ്റും. പറ്റുമെങ്കിൽ ഗോവർദ്ധന മലൻ്റെ അടുത്തുള്ള വ്യൂ കൂടി കാണിക്കാൻ നോക്കാം. ഈ ഒരു ഇവിടെ ഗോവർദ്ധൻ്റെ പോലത്തെ സ്ഥലങ്ങളിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പണ്ട് കുട്ടിക്കാലം ചെലവഴിച്ചത്, പല വികൃതികളും കാണിച്ചത്. ഇപ്പം മാഖൻ ചോറിന് ഇടുന്ന ഒരു, അതായത് ദഹിയില്ലേ, നമ്മുടെ തൈര്, ദഹി എന്നാ ശരിക്കും പറയാം. അത് കട്ടുകൊണ്ട് പോവുക, അങ്ങനത്തെ ഒക്കെ ഈ തെരുവുകളിൽ ഈ ഇതിലൊക്കെയാണ് അന്നത്തെ ഇപ്പോഴും പല കുരങ്ങിൻ്റെ രൂപത്തിൽ അത് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. വലിയ ഭാഗ്യമാണ് ശ്രീകൃഷ്ണ സ്ഥലത്തിലൂടെയൊക്കെ നമുക്ക് പോകാൻ പറ്റുക, അവിടെ നമുക്ക് നടക്കാൻ പറ്റും, കാണാൻ പറ്റുക എന്നൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. നമുക്കിപ്പോൾ ഗോവർദ്ധന മലനിരകൾ എടുത്ത് കാണാൻ പോവാണ്. കുരങ്ങുള്ളതുകൊണ്ട് അധികം നേരം നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, കണ്ട ആളുകൾ പോകുന്നു. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ നടന്നിട്ട് 5-6 മണിക്കൂർ സ്റ്റാർട്ടിങ് പോയിന്റിന് പോകണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ 5-6 മണിക്കൂറൊക്കെ വേണ്ടേ. അപ്പോൾ അതിൻ്റെ പകരം നമ്മൾ എൻ്റെ പോയിൻ്റ് എത്തിയില്ലാണ്. എൻ്റെ അടുത്താണ് ഈ ഗോവർദ്ധനം മീൻ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോയി നോക്കാം. ഇതിലൂടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനൊക്കെ നടന്നു പോയത്. ഓക്കെ, രാധേ രാധേ രാധേ. इसी बस यहाँ तक।
അപ്പോൾ ഇതാണ് ഗോവർദ്ധന മലനിരകളിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കണ്ടോ. അപ്പോൾ കാലാകാലം എത്രയോ നൂറ്റാണ്ടുകളായി, എത്രയോ കോടി നൂറ്റാണ്ടുകളായി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഇത് സംഭവിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഭഗവാനെ കൃഷ്ണ ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ. രാധേ 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 ഗോവിന്ദ कृष्ण 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 तो इस पर्वत को उठाया था भाई। आप कुछ बोलो। बोल सकते हो, बोलने की थोड़ी मना है। ऊपर चलेंगे क्या? ऊपर कैसे चलें? अरे आगे से रास्ता है। बोल तो रहा हूँ। अच्छा, एक मिनट इसको बना लेते हैं। പുണ്യം ചെയ്തിരിക്കണം നമ്മ. എത്രയോ ഭാഗ്യം, ഇത്രയും നേരത്തെ എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. നമ്മളൊക്കെ ചെറുപ്പത്തിൽ എത്രയോ വായിച്ച കഥയാണ് ഗോവർദ്ധനയുടെ. So we are on Govardhan Parvat now. यहाँ तक ही रुको. വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ ഒരു മലയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എടുത്ത് പൊക്കിയത് മല. അതും ഒരു एक उंगली से one. So how are you feeling coming here? Feeling like I feel like whatever Krishna was my hero, I kind of from childhood. Amar Chitrakatha I used to read and all. So from that Krishna was my hero. So these stories I heard from small, and now I can't believe I'm in that place. So that feeling, not like a spiritual I'm saying, but like so whatever I heard, I have believe. You heard about its history about Govardhan period? I heard just small story only. Heavy rain came and the whole village is under difficulty. Then to protect all, Lord Krishna has taken this hill in one finger, and all the cows, human beings, everyone given shelter under that. He protected everyone. So that's a small story I heard, and that story I'm in that place. So how you will feel that? Like meeting a lot. Feeling very nostalgic. Very nostalgic. That's a great thing, na? ഗോവർദ്ധൻ മലനിരകൾ. അപ്പോൾ ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗ്രാമത്തിലൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഒരൊറ്റ വിരലിൽ പൊക്കി നമ്മളൊരു ആ കഥ കേട്ടിട്ടില്ലേ, അതിൻ്റെ മലനിരകളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതിൻ്റെ ടോപ്പിലൊന്നും നമുക്ക് പോകാൻ വഴിയേ ഇല്ല, താഴെ മാത്രമേ ഉള്ളൂ. കാലാകാലങ്ങളായി ഉള്ള അവസ്ഥ, കല്ലൊക്കെ പാറയൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ പോകാൻ വഴിയില്ല. വഴിയുണ്ട്, പക്ഷേ അതൊരു 6-5 മണിക്കൂർ എടുത്ത് കഷ്ടപ്പെട്ടിട്ട് അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാരാണ് ഇതിൻ്റെ മുകളിലുള്ളത്. സന്യാസിമാരൊക്കെ ഡെയിലി പോകുന്ന ഒരു സന്യാസി ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ ഇതാണ് ആ ചരിത്രം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ. ഇത് ഗോവർദ്ധനത്തിൻ്റെ അവിടെയുള്ള ഒരു അമ്പലമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കേട്ടോ. ഒരു ചെറിയൊരു മോഡൽ ഷേപ്പ് ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ഗോവർദ്ധന മല. അതെടുത്ത് പൊക്കിയത് ഭഗവാൻ ശ്രീകൃഷ്ണൻ, അതും ഒരു വിരലിൽ. നല്ല തിരക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത